തഅകുൽ മിൻഹാ ശൈആ. ആ സ്ത്രീയാണെങ്കിലോ അതിൽ നിന്നൊരു കഷ്ണം പോലും ഭക്ഷിച്ചതും ഇല്ല. പിന്നെ ആ സ്ത്രീ എണീറ്റു തന്റെ മക്കളെയുമായി കടന്നു പോവുകയാണ് അടുത്ത ലക്ഷ്യസ്ഥാനം കേന്ദ്രീകരിച്ചിട്ട്. അപ്പോഴാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിൽ കടന്നു വരുന്നത്. അഖ്ബർതുഹു ഹാദൽ ഖബർ, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ഈ കഥ വിവരിച്ചു കൊടുത്തു. തൊട്ടു മുമ്പുണ്ടായ ചരിത്രത്തിന്റെ ശകലങ്ങൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വൃത്താന്തം ചെവികൊണ്ടിട്ട് എന്നോട് പറയുകയാണ്, ആയിഷ മനുബ്തുലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിതറൻ മിനൻ നാർ. അല്ല ആയിഷ, ആർക്കെങ്കിലും പെൺമക്കളുണ്ടായി എന്നിട്ട് പോലും ആ പെൺമക്കൾ കാരണം ഒരാൾ പരീക്ഷിക്കപ്പെടുകയാണ്. അത് മക്കളെ കെട്ടിച്ചേക്കാനുള്ള പ്രാരാബ്ധത്തിന്റെ പേരിലാവാം, അത് മക്കൾക്ക് ആൺമക്കളെക്കാൾ ഒന്നുകൂടി സ്ഥാനം കൊടുക്കാൻ മത്സരിക്കുന്നതിന്റെ പേരിലാവാം, അത് ഈ മക്കൾക്ക് കൊടുക്കേണ്ട വകവെച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന്റെ ഭാഗമായി ജീവിതത്തിന്റെ ഒരുപാട് പെടാപാടുകളിലേക്ക് കടന്നു പോകുന്ന പരീക്ഷണത്തിന്റെ ഭാഗമാകാം. എന്തും ആവട്ടെ, മനുബ്തുലിയ മിൻ ഹാദിഹിൽ ബനാത്, ആരെങ്കിലും ഈ പെൺമക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ഫഅഹ്സന ഇലൈഹിന്ന, എന്നിട്ട് പോലും ആ പെൺമക്കളോട് ആരാണ് നന്മ ചെയ്തത്, കുന്ന ലഹു സിതറൻ മിനൻ നാർ, ആ പെൺമക്കളാണ് അവനെ കൊണ്ട് സംരക്ഷിതരായ സംരക്ഷണം ഏറ്റുവാങ്ങിയ പെൺകുട്ടികളാണ് നാളെ ഈ രക്ഷിതാവിന് നരകത്തിൽ നിന്ന് മറയൊരുക്കുന്നത്, മോചനം ഒരുക്കുന്നതെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ചരിത്രത്തിന്റെ വൃത്താന്തത്തിലൂടെ ഏത് മേഖലകളിലേക്ക് നമ്മൾ ഹൃദയം കൊണ്ട് തീർത്ഥയാത്ര നടത്തിയാലും, ചിന്ത കൊണ്ട് മനനം നടത്തിയാലും, മസ്തിഷ്കം കൊണ്ട് പ്രയാണം നടത്തിയാലും ശരി, നമുക്ക് കിട്ടുന്നത് അവിടെ മുഴുവൻ സ്ത്രീത്വം താരശോഭയോടുകൂടെ വിരാജിക്കുന്ന രംഗാവിഷ്കാരമാണ്. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാബിലോണിയയിൽ നിന്ന് ഹാജർ റളിയല്ലാഹു അൻഹായെയും കൊണ്ട് തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് പുല്ല് മുടക്കാത്ത വരിപ്പറമ്പിൽ കൊണ്ടുപോയി, നിന്റെ ഭാര്യയെയും ആ ഭാര്യയിലൂടെ നിനക്കുണ്ടായ സന്തതിയെയും നീ ഉപേക്ഷിക്കണേ ഇബ്രാഹിം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബി എവിടെ പോയി നേരെ ദുആ ചെയ്തത്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ തമ്പുരാനെ ഈ നാടിനെ നിർഭയത്വത്തിന്റെ കേന്ദ്രമാക്കണേ തമ്പുരാനെ. അവർക്ക് പഞ്ഞം കൊടുക്കണം എന്നല്ല, അവർക്ക് പാനീയം വേണമെന്നല്ല, ഞാനിവിടെ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ് തമ്പുരാനെ. ആ പെണ്ണിന്റെ സേഫ്റ്റിയാണ്, സെക്യൂരിറ്റിയാണ് ഒരു മരുപ്പറമ്പിന്റെ മണ്ണിൽ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് ആ കഥ തന്നെയാണ്. നമ്മൾ ആലോചിക്കണം, എവിടെയും സ്ത്രീത്വത്തെ പർവ്വതീകരിച്ച് കാണിക്കുവാനാണ് ഇസ്ലാം മുന്നോട്ട് വന്നത് എന്ന് ചരിത്രത്തിന്റെ ഈ മുഴുവൻ രംഗങ്ങളും നമ്മളോട് സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോടുകൂടെ അവിടുത്തെ ഭർത്താവായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യുകയാണ്. ഒട്ടകക്കട്ടിലിൽ കർട്ടനിട്ട് മറച്ച ഒട്ടകക്കട്ടിലാണ്. സ്വഹാബ ചോദിക്കുകയാണ്, ഈ രംഗത്തിന്റെ ദൃസാക്ഷികളായ അനുചരന്മാര്, അല്ല റസൂലേ ഇന്നെന്താണ് ഇത്ര സാവകാശം? അങ്ങ് ഒട്ടകക്കട്ടിലൂടെ യാത്ര ചെയ്യുന്നത് സർവദാ ഞങ്ങൾ സർവമനസ്സാ സർവാത്മന കാണുന്നവരാണ്. പക്ഷേ ഇന്ന് എന്താണ് ഒരു അസ്വാഭാവികത? എന്തേ ഇന്നൊരു അവധാനത? എന്തേ ഇന്നൊരു സാവകാശം എന്ന ചോദ്യത്തിന്റെ പ്രത്യുത്തരമായി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സഹാബ ഇത് സാധാരണ യാത്രയല്ല, ഇതിന്റെ ഉള്ളിൽ പളുങ്കാണ്, മുത്തുരത്നമാണ്. ഇതിന്റെ പിന്നെ കർട്ടനിട്ട് മറക്കപ്പെട്ട ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് സ്ഫടികമാണ്. സ്ഫടികം മുടക്കാൻ പാടില്ല. അതുകൊണ്ടൊരു പെണ്ണിനെ ബഹുമാനിക്കാനാണ് ഞാൻ ഈ ഒട്ടകത്തെ സാവകാശം കൊണ്ടുപോകുന്നത്. ഇതിൽ ഇരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. ഒരു പെണ്ണിനെ മണലാരണ്യത്തിന് ബഹുമാനിക്കാൻ ഈ ചരിത്രത്തെക്കാൾ വലിയ പ്രബലമായ ചരിത്രത്തിന്റെ ആവിഷ്കാരം ഏതാണ് എന്റെ പ്രിയപ്പെട്ടവരെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജകുമാരിയുടെ സ്ഥാനം തന്നെ പെണ്ണിന് കൊടുക്കാൻ ഒരു പളുങ്കിന്റെ എക്സാമ്പിളാണ് പുണ്യ റസൂൽ ഇവിടെ പ്രദാനം ചെയ്യുന്നത്. പളുങ്ക് അല്ലേ, സ്ഫടികസ്ഫുടമായിട്ട് സ്ഫടിക സമാനമായിട്ട് പെണ്ണിനെ കൊണ്ട് നടക്കണം. അതുകൊണ്ടഞ്ഞാൽ പിന്നെ റീമേക്ക് ചെയ്യാ എന്ന് പറയുന്ന പരിപാടി ആലോചിക്കാനേ പാടില്ല. അല്ലെ, പളുങ്ക് ഉടഞ്ഞു പോയാൽ ഏത് സാധനമാണെങ്കിലും ശരി അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഏതെങ്കിലുമൊക്കെ കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ പെണ്ണിന്റെ കാര്യം അങ്ങനെയല്ല.
സ്ത്രൈണത ഉടഞ്ഞുപോയാൽ, പെണ്ണിന്റെ ചാരിത്രം ധ്വംസിക്കപ്പെട്ടു പോയാൽ ആ പേര് എന്നും അവശേഷിക്കും. പിന്നെ അവൾ പൂർവാധികം ശക്തിയോടുകൂടെ എല്ലാം ആർജിച്ച് കടന്നു വന്നാലും ചോദിക്കും, ഇത് ഒട്ടിക്കപ്പെട്ട പളുങ്കല്ലേ? ഉടഞ്ഞുപോയ പളുങ്ക് ഒട്ടിക്കപ്പെട്ടാൽ അത് കാലക്രമേണ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. പെണ്ണിനെ കഥാപാത്രമായി ഉദ്ധരിക്കുമ്പോ പെണ്ണിനോട് സമവാക്യമായിട്ടൊരു യാഥാർത്ഥ്യം കൊടുത്തു, അത് സ്ഫടികമാണ്. എവിടെയും ഇന്ന് സ്ഫടികം മുടക്കുന്ന ശീലമാണ്. ബാറിൽ പോയാൽ ഗേൾ, ഹോസ്പിറ്റലിൽ പോയാൽ ഗേൾ, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ചിയർ ഗേൾസ്. ഏത് മേഖലകളെയും വാണിജ്യ സംസ്കൃതിയുടെ മുമ്പിൽ കമ്പോളവൽകൃതമായിരിക്കുന്ന ആഗോളീകരണത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ വിൽപ്പന വസ്തുവേതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ രത്നമല്ല, സ്വർണമല്ല, വളരെ പ്രഷ്യസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്ന് പരസ്യ പലകയിൽ തന്റെ മാദക ശരീരത്തെ പ്രകടന പരതയോടുകൂടെ പ്രത്യക്ഷപ്പെടുത്തുമ്പോഴാണ് ഒരു പെണ്ണിനെ പെണ്ണായി കാണുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകമേ, നാരിയല്ലാതാരുമില്ല എന്ന തത്വശാസ്ത്രത്തെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പണ്ടേ കാലത്ത് നമ്മുടെ കാരണവന്മാര് പറഞ്ഞു വരുന്നതാണ്. പെണ്ണൊരുമ്പെട്ടാൽ പിന്നെ നോക്കേണ്ട, പെണ്ണൊരുമ്പെട്ട് കഴിഞ്ഞാൽ ചരിത്രത്തെ മറ്റൊരു പ്രക്രിയകളിലേക്ക് കൊണ്ടുപോകാൻ പെണ്ണിന് സാധ്യമാണ്. ഉള്ള ചരിത്രത്തെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാനും പെണ്ണിന് സാധ്യമാണ്. പുതിയ ചരിത്രത്തിന്റെ രചനരേഖയെ ചാരിതാർത്ഥ്യത്തോടുകൂടെ രചിക്കാനും പെണ്ണിന് സാധ്യമാണ്. എല്ലാം പെണ്ണാൻ. അതുകൊണ്ട് പെണ്ണ് പുതിയ ലോകത്തിന്റെ കഥാപാത്രമാണ്. അത് നോവലിലാവാം, അത് കഥയിലാവാം, അത് സിനിമയിലാവാം, അത് കമ്പോളവൽകൃത സംസ്കാരങ്ങളിലാവാം, അത് ബിസിനസ്സുകൾ പൊടിപൊടിക്കുന്നതിലാകാം, അത് കായിക വൃത്താന്തങ്ങളിലാവാം, അത് സിനിമാ മേഖലകളിലാവാം. അതൊരു പെണ്ണിന്റെ പ്രസവത്തെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലത്തിന്റെ ഘടികാരത്തിന്റെ സൂചിമുനയെ പിറകോട്ട് പിടിച്ച് 6-ാം നൂറ്റാണ്ടിനേക്കാൾ ആധുനിക ലോകത്തെ പരിഷ്കൃതനാക്കാൻ വേണ്ടി വെമ്പയിൽ കൊണ്ടിറങ്ങിപ്പോയ കച്ചകെട്ടിയിറങ്ങിയ അപരിഷ്കൃതനായി പോയ മനുഷ്യന്റെ പരിഷ്കൃതിയുടെ താളബോധങ്ങളിൽ ലയമായി, സ്വരമായി, ശ്രുതിയായി, താളമായി, സംഗീതമായി പെണ്ണ് അലിഞ്ഞു ചേരുമ്പോഴാണ് ആധുനിക കഥകൾക്ക് പൊടിപ്പ് ലഭിക്കുന്നത്, തൊങ്ങല് ലഭിക്കുന്നത്, കഥകൾ വർണ്ണാഭമാകുന്നത്. പെണ്ണെന്ന് പറയുന്ന മേമ്പൊടി ചേർക്കപ്പെടുമ്പോഴാണ്. പെണ്ണുമായി പുലബന്ധം പോലുമില്ലാത്ത വാണിജ്യങ്ങൾക്ക് പോലും പരസ്യ പലകയുടെ മുകളിൽ പെണ്ണ് കയറണം. ജ്വല്ലറിക്ക് പെണ്ണ് വേണം, ടെക്സ്റ്റൈൽസിന് പെണ്ണ് വേണം, കാമാതുരമായിരിക്കുന്ന മുഹൂർത്തങ്ങൾക്ക് പെണ്ണ് വേണം. ആണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ശരി, പെണ്ണിന്റെ മാദക ശരീരത്തിന്റെ പ്രകടന പരത വ്യക്തമാക്കുന്ന ഒരു പരസ്യ നിർമ്മിതിയുടെ ബോർഡ്, ഒരു കട്ടൗട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്ത് കച്ചവടം പൊടിപൊടിക്കുന്ന തരത്തിലേക്ക് വല്ലാതെ അതപ്പതിച്ചു പോയ പുതിയ ലോകത്തിന്റെ മുമ്പിൽ പെണ്ണെ നിന്റെ ചാരിത്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്ലാം അൽജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം. എത്ര വലിയ ഉദാഹരണമാണിത്. 1000 വട്ടം ചിന്തിച്ചാലും ആപ്തവാക്യങ്ങൾക്ക് അറുതി കാണൂല. അത്രയും അർത്ഥഗർഭം ചുമന്ന അർത്ഥവ്യാപ്തിയുള്ള ഒരു ആപ്തവാക്യം പോലെ അൽജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ചരിത്രത്തിൽ പെണ്ണിങ്ങനെയൊന്നല്ല കഥാപാത്രമായിട്ട് കടന്നു വന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാം പെണ്ണിനെ നിരാകരിക്കുകയാണ്. ഏത് മേഖലകളിലും പെണ്ണിനെ ചെറുതായി കാണുകയാണ്, നിരുത്സാഹപ്പെടുത്തുകയാണ്. ഏതൊക്കെ മിഥ്യാധാരണകളും പ്രചണ്ഡമായ പ്രചാരവേദകളുമാണ് ഇസ്ലാമിനെതിരെ ഇന്ന് കടന്നു വരുന്നത്. പുതിയ യുഗത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ശൈശവ വിവാഹം മുതൽ 18 വയസ്സുകാരിയെയും 16കാരിയെയും ശിശു എന്ന് വിളിക്കുന്ന തരംതാണ സംസ്കൃതിയിലേക്ക് ആധുനിക സാഹിത്യ ബുദ്ധിജീവികൾ പോലും മതപ്പതിച്ചുപോയ വല്ലാത്ത പ്രതിസന്ധിയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഹദീസ് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് അവസരങ്ങൾ സ്ത്രീകളിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസ് പഠനത്തിന്റെ വിഷയത്തിൽ ഈജിപ്തിലെ പ്രധാനപ്പെട്ട വനിത നഫീസ റളിയല്ലാഹു അൻഹയാണ് എന്റെ ഗുരുനാഥ എന്ന് ഹസ്രത്ത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഹസ്രത്ത് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അബൂ യഹ്യ റളിയല്ലാഹു അൻഹു താബീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ അബൂ യഹ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
എന്റെ ഗുരുനാഥന്മാർ 3 പേരാണ്. എന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ഗുരുനാഥന്മാർ 3 പേരാണ്. അതിൽ ഒന്ന് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠപുത്രി മുനിസ എന്ന് പറയുന്ന സ്ത്രീയാണ്. 2 തൈമി ഗോത്രക്കാരിയായ ഷാഫിയ എന്ന് പറയുന്ന സ്ത്രീയാണ്. 3 ബഗ്ദാദിലെ ഏറ്റവും വലിയ പ്രസിദ്ധനായ വിശ്വകരൻ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ മകൾ, പ്രിയപ്പെട്ട പുത്രി സൈനബാൻ. ആരാണിത് പറയുന്നത്? താബീങ്ങളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ അബൂ യഹ്യ റളിയല്ലാഹു അൻഹുവാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പുരുഷനെ പോലെ പെണ്ണിനും ശോഭിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിന്റേതായിരിക്കുന്ന ബൗണ്ടറി വെച്ചിട്ട്, ഇസ്ലാമിന്റേതായ അതിർവരമ്പുകൾ വെച്ചിട്ട് കണിശമായി കൊടുത്തിട്ടുണ്ട്. പെണ്ണിനെ അങ്ങനെ അടഞ്ഞ അധ്യായമായിട്ട് കാണുന്ന ഒരു മതമോ ഒരു തത്വചിന്തയോ ഒരു പ്രത്യയശാസ്ത്രമോ താത്വികമായ നിലപാടിന്റെ വക്താക്കളോ ഇരിക്കുന്ന ഒരു യുഗമല്ല, അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമല്ല ഇസ്ലാം. പെണ്ണിന് പെണ്ണിന്റേതായിരിക്കുന്ന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, പെണ്ണിന്റേതായിരിക്കുന്ന ബോധം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ്, 3 ചുമതല. ഈ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന്റെ പുറമെ പെണ്ണിന് ഇസ്ലാം കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട 3 ചുമതലയാണ്. ഒന്ന് സക്കനാവാൻ വേണ്ടിയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. ആ സക്കൻ എന്ന് പറയുന്ന വാക്കിന് തന്നെ മുഫസ്സിരീകൾ അർത്ഥം കൊടുത്തിരിക്കുന്നത് സന്തോഷം, സമാധാനം എന്നാണ്. പെണ്ണ് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സക്കനാവാനുള്ളതാണ്. അത് ആക്ച്വലി ശരിക്കും പഠിപ്പിച്ചു ഹസ്രത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറായിൽ പോയിട്ട് തൗഹീദിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആപ്തവാക്യങ്ങൾ നെഞ്ചേറ്റിയിട്ട് കടന്നു വരുമ്പോ ഭാരം തൂങ്ങുന്ന ശരീരവുമായിട്ട് വീട്ടിലേക്ക് കയറുമ്പോ സമ്മില്ലിയ ഖദീജ, പ്രിയപ്പെട്ട ഖദീജ, എന്നെ പുതപ്പ് മൂടിത്തരണേ, എനിക്ക് പനിക്കുന്നു, വിറക്കുന്നു, വിഭ്രാന്തിയും കലശലായിരിക്കുന്ന പനിയും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ഒരു മറുമരുന്ന് അപ്പുറത്ത് നിന്ന്, അല്ലേ? ആരാണ്? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അള്ളാന്റെ റസൂലിനെ കിടത്തിയിട്ട് അവിടുത്തെ തലയിൽ കൈവച്ചിട്ട് അള്ളാന്റെ റസൂലിനോട് പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, إنك لتصل الرحمة وتحمل الكلا وتعين الملهوف والمعدوم لا يخزيك الله أبدا. എന്തിനാണ് പ്രിയതമനായ പുണ്യ ഭർത്താവെ അങ്ങ് ദുഃഖിക്കുന്നത്? എന്തിനാണ് അങ്ങ് സങ്കടപ്പെടുന്നത്? അങ്ങ് പാവപ്പെട്ടവന്റെ അത്താണിയാണ്, അങ്ങ് ആലംബഹീനന്റെ ആലംബമാണ്, അങ്ങ് അരക്ഷിതാവസ്ഥ പേറുന്നവന്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്ത മനുഷ്യനാണ്, അങ്ങ് അനാഥന്റെ മുമ്പിൽ പോയിട്ട് അവന് സനാതത്വം കുറിച്ച പിതാവാണ്, അങ്ങ് കുടുംബ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്ന ഏറ്റവും വലിയ ആത്മാവിഷ്കാരത്തിന്റെ മനുഷ്യനാണ്, പ്രതീകമാണ്. ലാ യുഖ്സിക അല്ലാഹു അബദ. അങ്ങനത്തെ അങ്ങയെ അള്ളാഹു ഒരിക്കലും വെറുതാക്കൂല. ഈ വാക്ക് ലോകത്തിന്റെ ചരിത്രത്തിന്റെ മുമ്പിലെ കുറിമാനമായിട്ട് നിലകൊള്ളേണ്ട വാക്കാണ്. ഈ വാക്ക് സൈക്കാട്രിസ്റ്റുകളുടെ ഓഫീസുകളിൽ എപ്പോഴും ചർവണം ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായി ഒരു ഭർത്താവിന്റെ ചൂടകറ്റാൻ ശീതളമായ ഒരു പാനീയം പോലെ കടന്നു വരുന്ന ഒരു പ്രത്യുപകാരത്തിന്റെ സിദ്ധൌഷധം പോലെ ഖദീജയുടെ ഈ മറുമരുന്ന്, ഈ മറുപടി പിൽക്കാലത്ത് ചരിത്രത്തിൽ ഉദ്ധൃതമായി ചരിത്രകാരന്മാർ പിൽക്കാലത്ത് ചരിത്രത്തെ വളരെ അഭിമാനത്തോടുകൂടെ പുരസ്കരിച്ച സമയത്ത്, അതിന്റെ ഭാഗധേയം അവർ കുറിക്കുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ വിളഞ്ഞു നിന്ന ഒരു സ്ത്രീത്വത്തിന്റെ കഥാപാത്രമായി മാറിയത് ഈ ഒരൊറ്റ മറുപടിയിലൂടെയാണ്. അതുകൊണ്ടാണ് പെണ്ണിന്റെ 3 ചുമതലകളിൽ പ്രധാനപ്പെട്ടത് ലിതസ്കുനു ഇലൈഹ. അത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സക്കനാണ്. സക്കൻ, ആ വാക്കിൽ നിന്നാണ് മസ്കൻ എന്ന് പറയുന്ന അറബ് വാക്ക് കടമെടുത്ത് പറയപ്പെട്ടിരിക്കുന്നത്. മസ്കൻ എന്നാൽ പാർപ്പിടം. പാർപ്പിടം, വീടില്ലാത്തവൻ വല്ലാത്ത കഷ്ടപ്പാടിൽ എല്ലാവരുടെയും മുമ്പിൽ തന്റേതായിരിക്കുന്ന പഞ്ഞപ്പാട്ടുകളെയും ഇല്ലായ്മയെയും വല്ലായ്മയെയും പങ്കുവെക്കാറുണ്ട്. കാരണം വീടില്ല, സ്വന്തമായൊരു വീടില്ല എന്നത് നമ്മുടെ നാട്ടിൽ ഇന്നൊരു ഒരു മനുഷ്യന്റെ ദുര്യോഗത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്യമാണ്. സ്വന്തമായിട്ട് വീടില്ല, പാർപ്പിടമില്ല. പെണ്ണ് അക്ഷരാർത്ഥത്തിൽ ഒരു മസ്കനാണ്. അപ്പൊ വീട് ഒരു മനുഷ്യന് എന്തൊക്കെ സംരക്ഷണം കൊടുക്കുമോ, കാറ്റിൽ നിന്നും കാലത്തിന്റെ കുത്തൊഴുക്കുകളിൽ നിന്നും വെയിലിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ സംരക്ഷണം കൊടുക്കുന്നതിലപ്പുറം, ശത്രുക്കളിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ സംരക്ഷണം കൊടുക്കുന്നതിലപ്പുറം തന്റെ കുടുംബത്തിൽ വിശാല മനസ്കതയോടുകൂടെ സ്വസ്ഥമായി സ്വച്ഛന്തമായി ഒന്ന് നിദ്ര കൊള്ളുവാനുള്ള മനുഷ്യന് പാകപ്പെട്ട ഒരു ഇടം എന്ന രീതിയിലും വീട് വല്ലാതെ വിഷയീഭവിക്കാറുണ്ട്. അതുകൊണ്ട് മസ്കൻ എന്ന് പറയുന്ന പദപ്രയോഗത്തിന്റെ മറ്റൊരു പര്യായമുണ്ടെങ്കിൽ അതാണ് അക്ഷരാർത്ഥത്തിൽ ഭാര്യ. ലിതസ്കുനു ഇലൈഹ.
ഒരു വീടിന്റെ അതേ പ്രയോഗത്തിലേക്ക് ഇസ്ലാം പെണ്ണിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് വീട് എന്തൊക്കെയോ സംരക്ഷണങ്ങളും പ്രതീക്ഷയും അഭയവും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെണ്ണിൽ നിന്ന് കിട്ടണം എന്നാണ് അതിന്റെ അർത്ഥം. പെണ്ണിന്റെ ഒന്നാമത്തെ ചുമതല മസ്കനാവലാണ്. അല്ലാഹു നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് അത്തരത്തിലുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ വിവാഹത്തിലൂടെയാണ് പെണ്ണ് ആദരിക്കപ്പെടുന്നത്. അവരുടെ കർത്തവ്യങ്ങളുടെ പൂരണം സംഭവിക്കുന്നതും വിവാഹത്തിലൂടെയാണ്. ആണുമായിട്ട് ഇഴകിച്ചേരാനുള്ള പെണ്ണിന്റെ ഏറ്റവും വലിയ അവസരം വിവാഹമാണ്. അതിനുള്ള അനുവാദവും ലൈസൻസും വിവാഹമാണ്, നിക്കാഹാണ്. ആ ഒരു അഖദ് ഏത് മതത്തിന്റെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കണം. വിവാഹത്തിന്റേതായിരിക്കുന്ന രീതിയിൽ കാണേണ്ടതുണ്ട്. ഏത് മതങ്ങൾ ഇസ്ലാം മതത്തിൽ ആദ്യം വരുന്നു 2 ഷാഹിദീങ്ങള്, കൈക്കാരൻ എന്ന് പറയപ്പെടുന്ന വലിയ